വേഗം നോക്കാം. അതെ എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ സാറേ പോണേ? എന്താ ഈ തൊപ്പീന്റെ കഥ എന്ന് പറയോ? തൊപ്പി എവിടെ നിന്ന് കിട്ടിയതാ? ഹോസ്പിറ്റലിൽ നിന്ന് നന്ദ ജനിച്ചപ്പോ കിട്ടിയ തൊപ്പിയാ അല്ലേ? ആ എന്നാ കേറ്, നമ്മ പിടിക്കാം. വണ്ടി വരും. ബാഗിലിടണ്ട. ഈ അതിനെ കൊഞ്ചിച്ച് വഷളാക്കണ്ട, അവസാനം അണക്കന്നെ പണി കിട്ടും. ഉറങ്ങുമ്പോ മാത്രമേ ഇത് പാവുള്ളൂ. പാവാണോ? അമ്മക്ക് തരും. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. കണ്ടോ വണ്ടി കയറി, വണ്ടി കയറി. ഒരു പാട്ട് പാടിക്കുന്നുണ്ട്. കണ്ടോ കുഞ്ഞു കുറ്റി പച്ചക്കറിക്കാൾ തട്ടിൽ ഒരു ചൊല്ലി ബാക്കി മാമുമ്മ ചാഞ്ചാട് വെള്ള പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി. വണ്ടി കയറി. പിന്നെന്താ വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി. ഇന്ന് എങ്ങോട്ടാ പോണേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂം ടൈലിടാൻ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ പോകുമ്പോൾ പ്ലാന് മാറും അറിയില്ല. ടൈല് നോക്കാൻ പോവാന്നാണ് പറഞ്ഞത്. എവിടെ എത്തുമെന്ന് അറിയില്ല കേട്ടോ. അല്ലടാ സു അല്ല അജു, ടൈല് നോക്കാൻ പോവാന്നല്ലേ പറഞ്ഞേ? ആണോ? സുഭാഷ് ചേട്ടൻ പറയുന്നേ കേട്ടോ. ചിലപ്പോൾ സത്യമാവും, ചിലപ്പോൾ ഞങ്ങളെ കറക്കിയിട്ടും കൂടെ തിരിച്ചു കൊണ്ടുവരും അല്ലേ? പാർക്കിലോ? എന്നോട് പാർക്കിൽ എന്നാ പറഞ്ഞേ? എന്നോട് എന്താ പറഞ്ഞേ? സഫാരി അങ്ങനെയാ പറഞ്ഞേ. 4 ആൾക്കാരോട്. അജുവിനൊന്നും അറിയൂല. നന്ദേനോട് പാർക്കിൽ എന്ന് പറഞ്ഞു, അക്കുവിനോട് സഫാരി എന്ന് പറഞ്ഞു, ഇന്നോട് ടൈല് നോക്കാൻ എന്ന് പറഞ്ഞു. അതിലിപ്പോ ഏതാ ദൈവത്തിന് അറിയട്ടോ. ഊഞ്ഞാലിലാണോ പോവാ? നമുക്ക് നോക്കാം. എന്നാ കാണാം. കൈ 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 ക്രിസ്മസ് അപ്പൂപ്പനും പൊട്ടും. ഇത് പൊതപ്പല്ലേ? ഇതെന്താ? ഇതെന്താ? എന്ത് ഇവിടെ വന്നിട്ട് പറ. എന്താ പറഞ്ഞേ? അച്ഛന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ അറിഞ്ഞില്ലല്ലോ. അച്ഛൻ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറയായിരുന്നു. ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് അതൊന്നും കിട്ടൂല ഞങ്ങൾക്ക്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അച്ഛൻ എപ്പോഴും ഇലക്ട്രിക്കിൻ്റെ സാധനങ്ങളായിരുന്നു വേണ്ടിയിരുന്നത്. അത് ഞങ്ങൾ തിരയുന്നൊക്കെ സാധാ മാർക്കറ്റിലാണ്, കിട്ടല്ല. എന്നിട്ട് എൻ്റെ ദൈവമേ എന്തൊരു ഭംഗിയാണെന്നറിയോ. ദൈവമേ, ഓരോന്നിൻ്റെ പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ. 799. എന്താ ഭംഗിയെന്നറിയോ കാണാൻ. അൻസാർ ഗാലറിയാണ് കേട്ടോ. ഇവിടെ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. എവിടെ അക്കു? അപ്പം ഞാൻ പറഞ്ഞതാ ശരി കേട്ടോ.
ടൈല് നോക്കാൻ പോവാന്നാണ് എന്നോട് പറഞ്ഞത്. ഇങ്ങനത്തെ ടൈലല്ല, അങ്ങോട്ട് മേലേക്ക് പോകണ്ട കേട്ടോ. തൊടരുത് കേട്ടോ, തൊടരുതേ നന്ദ. കൈ പിടിക്ക് കേട്ടോ. വാ ഇങ്ങോട്ട് വാ, നമുക്ക് ടൈല് നോക്കാനാ വന്നത്. വാ. ഇതാണ് കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞ ടൈപ്പ് അല്ലേ? ഗ്രിപ്പുള്ള ടൈപ്പ് അത്. ഇതുമ്മ ചവിട്ടരുത്. ഇവിടെ ഒന്നും ചവിട്ടാൻ പാടില്ല. അക്കു ചവിട്ടിയാൽ നിനക്ക് ചവിട്ടാനോ? അത് വിൽക്കാൻ വെച്ചിരിക്കണത് എന്താ? ചവിട്ടരുത്, ഒരടിക്കൂട്ടോ വന്നിട്ട്. ഇവിടെ വാ. ആ ചേട്ടൻ അടിക്കൂട്ടോ, ചേട്ടൻ തുടങ്ങി. ഹായ്. പൊക്കോണം അവിടുന്ന്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ട് അമ്മ. നന്ദനെ പോയി നോക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ പുഴയത്തെ കല്ല് പോളിഷ് ചെയ്താ തോന്നുന്നു കേട്ടോ. നമ്മളെ പുഴയിൽ പോയാൽ, ശാലിയാർ പുഴയിൽ പോയാൽ ഇങ്ങനത്തെ കുറേ കല്ല് കാണാം അല്ലേ? പല കളറിലും ഷേപ്പിലൊക്കെ ഉള്ള. അവിടെ കൊണ്ടുപോയിക്ക്. ഒന്നും കൊടുക്കരുത് കേട്ടോ. ഇങ്ങനത്തെ പരിപാടി നോക്കായിരുന്നു കേട്ടോ. കല്ലൊക്കെ നാട്ടിലെ പുഴയിൽ കാണുന്ന കല്ലൊക്കെയാണ്. അജു, നാട്ടിൽ പുഴയിൽ കാണുന്ന കല്ല്. ചിക്കു കാണണ്ട, കല്ല് കയറ്റി അയക്കാന്ന് പറയും. അല്ല വാങ്ങിയിട്ടില്ലേ? എന്താ അയ്യോ, സ്ലോ മോഷനിൽ വന്നല്ലോ. എന്ത് ഭംഗിയല്ലേ ടൈലൊക്കെ കാണാൻ. കല്ലെടുക്കരുത്. ഇങ്ങോട്ട് വന്നേ. അയ്യോ നന്ദാ, പൊട്ടിക്കല്ലേ നന്ദാ. വാ, അവിടെ വെക്കണം കേട്ടോ. ഒന്നും എടുക്കരുത്. അവിടെ വെക്കി. ആ ഓക്കെ, അവിടെ വെച്ചോ. ഓക്കെ. വെച്ചോ. ആ മതി. അക്കു അവിടെ വെക്കി. അവിടെ വെക്കി. അക്കു ഏതൊക്കെ തൊട്ട് നോക്കണം? ഇതോ? ആ മതി. അക്കുവിനെ എടുത്തു കൊണ്ടുപോകാൻ തോന്നുന്നു. ഭംഗിയുള്ള സാധനങ്ങൾ നമുക്ക് അങ്ങനെ എടുത്തു കൊണ്ടുപോകാൻ പറ്റുമോ? മതി. അക്കു ഇറങ്ങി വാ. അക്കുവിനെ അവിടെ നിർത്താൻ എനിക്ക് പേടിയാണ്, വല്ലതും തോന്നിപ്പോയാലോ. വാ. അക്കു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. അക്കു വായോ. അക്കുവിനെ പേടിയാവും എനിക്ക്. ഒന്നെടുത്ത് പോക്കറ്റിലിട്ടാ കഴിഞ്ഞേ. ഇവിടെ കണ്ടോ? അക്കുനോട് ഞാൻ തുടരുത് പറഞ്ഞിട്ട് കേട്ടോ. കണ്ടിട്ട് തൊടാൻ തോന്നും, പക്ഷെ തുടരുത്. എന്താ തുടരുത് കേട്ടോ. കൈ വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിലേ കൈന് അടി കിട്ടും, അപ്പം അത് മാറും.
അക്കുവിന് സങ്കടം പറയുന്നത് കേട്ടോ. അക്കുവിൻ്റെ കൈ വെറുതെ ഇരിക്കുന്നില്ല എന്ന്. അക്കു ഇതൊക്കെ കണ്ട വെറുതെ ഇരിക്കണം, കൈ കൺട്രോൾ. ഓക്കെ, ഇതെന്താണ് എനിക്ക് തോന്നുന്നേ? തൊടരുത്, അമ്മ പറഞ്ഞല്ലോ തൊടരുത്. ആ അവിടെ ഒരു ടോയ് ഉണ്ട് കേട്ടോ. ഇത് ഭംഗിയല്ലേ? അക്കുനെ പറഞ്ഞിട്ടേ കാണുമ്പോ എനിക്കും എല്ലാം തൊട്ട് നോക്കാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ ലാമ്പാണ് കേട്ടോ. ഇങ്ങനെ ഹാൻഡി വെച്ചില്ല, അതേപോലെ മേലങ്ങനെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ സ്പേസ് ഒക്കെ കാണാൻ പറ്റും. സ്പേസ്, കറക്റ്റ് സ്പേസ്, സണ്ണിനും മൂന്നിയൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ടല്ലോ ഇത്. നോക്ക്, ആർക്കും ഇഷ്ടമായില്ല. അക്കുവിന് പിന്നെ ഏതാ ഇഷ്ടമാവും? ഇതൊക്കെയാവും അല്ലേ? ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടമാവുന്നത്. ഈ ഇള്ളാക്കുട്ടി ആവല്ലേ കേട്ടോ നന്ദ? ചെറിയ കുട്ടി ഇള്ളാക്കുട്ടി ആവണ്ട കേട്ടോ, ആവണ്ട. നന്ദേനോട് അമ്മ തൊടരുത് പറയുന്നുണ്ട് കേട്ടോ. എന്താ വീട്ടിൽ കൊണ്ടുപോകണോ അത്? ആ മതി 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 കേട്ടോ. കൈ വെറുതെ ഇരിക്കാത്തതിനാണ് കൈയിനടിക്കുക എന്ന് പറയുന്നത്. കൈയിൽ എന്തെങ്കിലും എടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്പം കൈയിന് മറ്റേ കൈ കൊണ്ട് കയ്യിലൊരു അടി കൊടുക്കുക. ഈശ്വര, അബദ്ധമായല്ലോ വന്നത്. കണ്ടാ മതി കേട്ടോ. ഇതൊക്കെ ബെഡാണ് കേട്ടോ, വണ്ടിയല്ല അക്കു. ഇത് ബെഡാണ്. എന്താ തൊടരുത് കേട്ടോ, ഇത് ബെഡാണ്. ഈശ്വര, ബെഡിന്റെ ഒക്കെ വില കണ്ടോ? നന്ദ ഇതൊക്കെ ആരാന്ന്? ഗെയിമിംഗ് ചെയർ ഒക്കെ വേഗം കാണൂല്ലേ? അവിടെ ഇരിക്കുന്നോനോ, കൈ പിടിക്ക്, വായോ. തൊടരുത് നന്ദ, അമ്മേൻ്റെ പൊന്നു അല്ലേ, അതൊന്നും തൊടരുത്, വായോ. അമ്മ ബെഡ് കാണിച്ചു തരാം പൊന്നുവിന് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയുള്ള ബെഡില്ലേ, കുട്ടികളുടെ ബെഡ്. നല്ല ഭംഗിയില്ലേ കാണാൻ? അശ്വടാ, അങ്ങോട്ട് നോക്കോ, ആരോ ഉറങ്ങണ ബെഡിലെന്ന്. വില കണ്ടോളൂ കേട്ടോ. തൊടരുതേ. പിന്നെ സത്യത്തിൽ ഉറങ്ങാതെ ഇത് ഉറങ്ങല്ലേ? വിളിച്ചു നോക്ക്. ഉറങ്ങിയില്ലേ പൊന്നു? കൂർക്കം വലിക്കണ്ടോ നോക്ക്. എങ്ങനെ കൂർക്കം വലിക്ക? അത് ഉറങ്ങിയോ? വാ പോവാം പോവാം, അച്ഛൻ വിളിക്കുന്നുണ്ട് നമ്മളെ. വാ, തൊട്ടില് കണ്ടോ അത്? ആരാ നന്ദ ഈ ചേട്ടൻ? ആരാ? ദിദാവല്ല, ജിറാഫ്. ആരാണ്? ആരാത്?
അത് ഇരിക്കാനുള്ള സ്ഥലമല്ല കേട്ടോ, അത് ഇരിക്കാനുള്ള സ്ഥലമല്ല പൊന്നു. പൊന്നു ഇത് വിൽക്കാനിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ? അതെന്താ സാധനം? അത് തൊടണ്ട കേട്ടോ, അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുക കേട്ടോ. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ് കല്ല്. തൊടരുത്, ചവിട്ടി കളയരുത്. ഓക്കെ, ചവിട്ടി കളയല്ലേ, എവിടെ നിന്ന് മാറ്. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനുള്ള കേട്ടോ. ഞാൻ കണ്ടു സുഭാഷേട്ടാ. നമുക്ക് സാധനം പിക്ചറൊക്കെ വരയ്ക്കാം. ടൈലല്ല അത്, ടൈലല്ല, സൈഡിൽ നമ്മൾ ചുമരുമ്പോ കൊടുക്കൂലേ വാള് സെറ്റ് ചെയ്യണത്. നമുക്ക് പെയിന്റ് ഒക്കെ ചെയ്ത് സൂര്യന്റെ കറക്റ്റ്. ഞങ്ങൾ വന്ന് ടൈലിപ്പോൾ എടുക്കാതെ പോവാട്ടോ. ടൈലൊക്കെ നോക്കി, പക്ഷേ എടുക്കുന്നില്ല ഇപ്പം. ഇവർ പറഞ്ഞു ടൈലൊക്കെ ഇപ്പം നല്ല റേറ്റ് സെയിൽ കുറവുള്ള ടൈലൊക്കെ പോയി ഇനി ഡിസംബറിൽ നല്ല ഓഫർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ആ റൂം ടൈലിടണ്ടേ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഡിസംബർ വരെ കാക്കാൻ തീരുമാനിച്ചു. നമ്മൾ മലയാളീസ് അല്ലേ, ഓഫറല്ലേ മുഖ്യം. സുഭാഷേട്ടാ എല്ലാം പിടിച്ച് വലിക്കൂ കേട്ടോ. നന്ദേനെ ഇവിടെ കൊടുത്തിട്ട് പോസു. അയ്യോ നന്ദയ്ക്ക് പോണ്ടത്രേ. അജു ഉണ്ടാക്കും. ഒന്നുണ്ടാക്കി തരണേ വീട്ടിൽ വന്നിട്ട്. അയ്യോ ഇതൊന്ന് കാണട്ടെ കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് അജു പറയണം കേട്ടോ. സിമ്പിളാ അല്ലേ? ഇതൊക്കെ സിമ്പിളാട്ടോ, അജുവിനെ സമീപിച്ചാൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കി കൈ തരും. ദാഹിക്കും. അജു അതാരാ? ഇതാരാ? പൂച്ചയാണ്, പൂച്ച. എല്ലാം ഉണ്ട് കേട്ടോ. തൊടല്ലേ പൊട്ടും, പൊട്ടിയ പെറ്റിയോടൊക്കെ കൊണ്ടോണ്ട് വരും. ഒന്നും പേടിക്കണ്ട, അജു വാങ്ങിച്ചു വരും പൊട്ടിയാൽ. കയ്യത്തെ അരഞ്ഞാണൊക്കെ ലൊക്കടെ കൊടുക്കും. അരഞ്ഞാണല്ല, കയ്യത്തി മാലില്ലേ മതി. ശ്രീമോൾ ഇന്നല്ലേ ഗോപി 65 ഉണ്ടാക്കി തരാറിന്. ടൈമില്ലല്ലോ, നമ്മൾ ടൈല് നോക്കാൻ വന്നു. സാറില്ല പോണേക്ക് ഇത് വാങ്ങിച്ചരാ. എന്ത് പാർസൽ വാങ്ങിച്ചു തരും? എന്നാ വേണ്ട, ഉണ്ടാക്കണ്ട. പാർസൽ വെറുതെ ഉണ്ടാക്കി വാങ്ങിച്ചു തരണ്ട. മഷ്റൂം വാങ്ങിച്ചരാണ്. മഷ്റൂം അല്ല, കോളിഫ്ലവർ വാങ്ങിച്ചരാണ്. പോയിട്ട് അതാ ഞാൻ വരാൻ പറഞ്ഞത്. തള്ളിയിടല്ലോ ഓടും കേട്ടോ. കാത്തു കാത്തൊരു മഴയെത്തി. അജോ അടി. ഇതേപോലെ എൻ്റെ അക്കൂനും കുറേ കൈ തരിക്കണെന്ന് എടുക്കാൻ.
അജോ ഈ പോക്കറ്റിൽ ഇടാന്ന് പറയുള്ളൂ, ഓളത് ചെയ്യും കേട്ടോ. അജോ പാട്ട് പാടിക്ക, ഒരു പൂ മാത്രം. ആ ആ ആ എന്നിട്ട് അതെ തൽക്കാലം ഞാൻ പൂ വെക്കുന്നില്ല. നല്ല ഭംഗിയുള്ള വയറ് കുപ്പിണ്ടാവും. വോഡ്ക്കേന്റെയാ അങ്ങനത്തെ വൈറ്റ് ട്രാൻസ്പെറന്റ്. തൽക്കാലം എനിക്ക് പൂ വേണ്ട, നിരത്തി വെക്കണം. വേഗം നോക്കാം. അതെ ഫ്ലവർ വാങ്ങുന്നുണ്ടെങ്കിൽ വേസും ഇവിടെ തന്നെ വാങ്ങിക്കാം. ബിയർ ബോട്ടിൽ വേണ്ട അതിന് കേട്ടോ. ഫ്ലവറും വേസും കൂടി 40 റിയാൽ. ഓക്കെ, ഇതിന് 14 റിയാൽ. ഒരു ബിയറിന് 12 റിയാൽ. അപ്പൊ 26 റിയാൽക്ക് നമുക്ക് 14 റിയാൽ. അയ്യോ അജുവിന് ബിയറിന്റെ വില അറിയില്ല. 14 റിയാൽ വെച്ച് നമ്മൾ 10 ലാഭിക്കാൻ വേണ്ട. ഇന്ത്യൻ മണി 4000 രൂപ. അതെ അതെ പാവങ്ങളെ സഹായിച്ചു വേണ്ട, പാവങ്ങളെ സഹായിക്കണ്ട. ഭയങ്കര ശുഷ്കാന്തി. എനർജി ഡ്രിങ്ക് പോലത്തെ സാധനമാണ് ഈ സാധനം. ബാക്കിലല്ലേ ആ അവിടെ ഒറ്റിക്കണം. ഹാപ്പി ബർത്ത്ഡേ ഇവിടെ വരെ നമ്മളെ ആള് അത് പോയി നോക്കച്ചോ. ആ ബോട്ട് എത്രയാ പറയണത്? 14 റിയാല നമുക്ക് എടുക്കണം. ശരി, നമ്മളെ ഒരു ജ്യൂസിന്റെ കുപ്പിയില്ല വാട്ടർമെലൻ മാരിയില്ലേ പക്ഷെ വാങ്ങിക്കുകയാണെന്നാ നല്ലാവൂലേ ഇതിങ്ങനെ. വേറെ കാര്യം ആ റൂം സെറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാം അല്ലേ. അപ്പോൾ ഡിസംബറിൽ ഓഫർ വരട്ടെ അല്ലേ, അപ്പോഴേക്ക് പൂവിന് വില കൂടും. നിന്റെ കണ്ണല്ല വിളിക്കണ്ടേ, ഞാൻ എനിക്ക് കാണില്ല. പൈസ കൊടുക്കണ്ടേ? പിടിച്ചു വെച്ചോ. ഇത് ഭംഗിയാന്നറിയോ? എവിടുന്ന് പോകാം? ഈ സൗണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? അങ്ങനെയല്ല, ഇതിന്റെ അടിയിൽ തന്നെയാണ് സൗണ്ട് എന്ന് അറിയില്ല. ഇതൊക്കെ എന്താ? അയ്യോ തൊടരുത് തൊടരുത്, ഗ്ലാസ് ആണ് പൊന്നോ, പൊട്ടും. എന്താ അജു വെച്ചെവിടെ? അജു വിക്കി 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 വിക്കി. എത്ര റിയല് വാങ്ങിച്ചോ? ഇവിടെ വിക്കി. ആ റിയലാണെങ്കിൽ അവിടെ വിക്കി. അല്ല ഭംഗിയില്ലേ ഇതിന്റെ ഉള്ളിൽ കാണാന്. 15 ഫോട്ടോ എടുക്കണ്ടേ? പക്ഷെ 150 റിയാൽ കൊടുക്കണം. 10 മണി നമ്മൾ കബോർഡ് മലപ്പുറം വെച്ച് കഴിഞ്ഞാൽ കബോർഡിലെ കച്ചറ. പക്ഷെ ഇതൊക്കെ എന്താ രസവും, നമ്മൾ ആ പൊടി പിടിക്കുന്നതോടെ അതിന്റെ ഭംഗി തീർന്നു. വൈറ്റ് റോസ് ഇത് കണ്ടോ? ഇത് കണ്ടോ? വൈറ്റ് റോസ് ഒരു തേനീച്ചനെ കാണിച്ചു തരാം. ഒരു തേനീച്ച വന്ന് നോക്കും. ഇതിന്റെ മുകളിൽ തേനീച്ച വന്നിട്ട് ഇതൊക്കെ തെറ്റാൻ നോക്കി കണ്ടോ? ഇതിന്റെ ഉള്ളിൽ അത് ഒറിജിനൽ അല്ല അറിയാന്തേ, തേനീച്ചല്ലേ ഇതിന്റെ ഉള്ളില്? ഒറിജിനൽ അല്ല പറയും. എന്താ ഭംഗിയാ നോക്ക്. കാണില്ല തേനീച്ച പാർന്ന് കാണില്ല. നന്ദ അവിടെ ഒരു പുലി. അജു ഒരു പുലി നോക്ക്. പുലി എങ്ങനെ കറിയാ? എന്നിട്ടാ കറിയാ? അയ്യോ പുറത്ത് കയറാൻ പറ്റൂല കേട്ടോ. വേണ്ട വേണ്ട, കടിക്കൂട്ടെ പുലി. കടിക്കും കടിക്കും കടിക്കും, എന്തായാലും കടിക്കും. കടിക്കും പൊന്നു, കടിക്കൂട്ടോ.
കുതിരപ്പുറം കയറി പുലിപ്പുറം കയറി ഇത് കൊണ്ടേ നമുക്ക് വീട്ടിക്ക് ഇങ്ങനെ പറയും. നോട്ടെ ഇങ്ങോട്ട് നോക്ക്, ചിരിച്ചേ. ഈ ആ തൊട്ട് കാണിച്ചു കൊടുത്തതാണ്. അതാ പേടി, ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോകണം, പോക്കറ്റിലൊക്കെ ഉണ്ടാവും. കോഴിയും കോഴിക്കുട്ടികളെയും ഉണ്ടോ? കോഴിയമ്മയും കുട്ടികളെയും കണ്ടോ? എൻ്റെ മാമനും മാമൻ്റെ ഫ്രണ്ട്സും. എടാ എന്തു ആജു, അച്ഛാ ഇതിന്റെ കുടുക്ക് പൊട്ടൂടാ. അച്ഛന് വേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുക. അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഈ പോകുമ്പോൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. അച്ഛൻ എന്തൊക്കെയോ സാധനങ്ങൾ പറഞ്ഞൊക്കെ സാധാ കടകളിൽ ഞങ്ങൾ നോക്കും, കിട്ടൂല. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. എന്തുകൊണ്ടാ അറിയോ എല്ലാരും സർപ്രൈസ് ആയിട്ട് ചെല്ലണേ? ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളതുകൊണ്ടല്ല, വരുമ്പോ എന്തെങ്കിലും കൊണ്ടുപോയിക്കുമ്പോഴേ അതിന് വേണ്ടിയില്ല. ഫിഷ്ക വായോ 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 വായോ, പോവാണ് നമ്മള്. വാ അവിടെ നിന്നാ തടയില്ല. അലാറം അടിക്കും. വേണ്ട വേണ്ട, വെറുതെ ആൾക്കാർ ഓടി വരും കേട്ടോ. ജൊയ്യൊന്ന് പൊയ്ക്കായി അവിടുന്ന്. അടി അജുനടി. അജു അലാറം അടിക്കും, എന്നെ പോലീസ് കൊണ്ടുപോകും കേട്ടോ. നന്ദയ്ക്ക് പോവാൻ പറ്റില്ല. അക്കുന് ധൈര്യം ഉണ്ടാവൂല. ഈ വേണമെങ്കിൽ എടുത്തിട്ട് ഓടി നോക്ക്. എനിക്ക് ഒന്നും തരണ്ട. ഈ എന്റെ കുട്ടീനൊന്നും ഓരോന്ന് പഠിപ്പിക്കില്ല ജോ. നടക്ക്. മുസമ്പി വേണം, അങ്ങറ്റം വരെ പോണം. നമുക്ക് കെൻസിന്ന് വാങ്ങിക്കാം. ആൻറ്റിക്ക് പനിയാണ്, ആൻറ്റിക്ക് വയ്യ. അപ്പം ആൻറ്റി അയ്യോ അത് മധുരമാണ്. ആൻറ്റി മൂസമ്പി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതും കൂടി വാങ്ങിയിട്ട് വേണം പോവാൻ. എന്തൊക്കെ വേണോ? വേണ്ട വേണ്ട. എന്താ പറഞ്ഞേ? കൊണ്ടുപോവാനോ? ഞണ്ട് വേണോ? അജുന് ഇഷ്ടമല്ല കേട്ടോ ഞണ്ട്. അത് കാര്യമായിട്ടോ. എനിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടം, അജുന് ഇഷ്ടമല്ല. ഇതാണോ സാൽമൺ? തൊട്ട് നോക്കി മീൻ മണക്കും. മീൻ ചിലപ്പോൾ കടിക്കും. വേണോ? കടിക്കും അത്. അച്ഛ തൊട്ട് നോക്കാൻ. കടിച്ചോ? കടിച്ചു. ഇതാണ് മൊയൽ തിന്ന. റാഡിഷ് ഉണ്ടോ? മൊയൽ ഇതാ തിന്ന. അജു ഇതില് പോണ്. ഓള് പറയണോടത്ത് കൂടെ പോവാൻ. എടുത്തോ. അക്കുന് വേണ്ട സാധനം കൊടുക്കാൻ പറ്റൂലല്ലോ നമുക്ക്. അക്കുന് വേണ്ടതാണ് ഞാൻ എടുക്കുന്നത്. ആരോഗ്യത്തിന് വേണ്ട സാധനങ്ങളാണ് എടുക്കുന്നത്. അതല്ല നമ്മൾ എടുക്കുന്നത്. അക്കുന് ആരോഗ്യത്തിന് ഫ്രൂട്ട്സ് മതി. ഇത് വേണ്ട. ഇത് വേണ്ട. ഇതൊന്നും അക്കുന് ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനല്ല. എമ്മേൻ്റെ അമ്മയൊക്കെ എങ്ങനെയെന്ന് അറിയോ? അങ്ങനെ ഇഷ്ടമല്ല പറയാൻ പാടില്ല. എന്താണ് ഉണ്ടാക്കുന്നത് തിന്നണം പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ കഴിക്കും. അങ്ങനെ അഡ്ജസ്റ്റ് അല്ല ചെയ്യേണ്ടത്, അങ്ങനെയാണ് കഴിക്കുക. നമ്മളൊന്നും ഇഷ്ടമല്ല പറയാൻ പാടില്ല. എന്താണോ ഉള്ളത് അത് കഴിക്കണം. ഇതുണ്ട് അപ്പൊ ഇത് കഴിക്കാം. അമ്മമാരെന്താണോ ഉണ്ടാക്കി തരുന്നത് അത് കഴിക്കണം.
അല്ലെങ്കിൽ ഒരു സമയത്ത് ഭക്ഷണം ഇല്ലാതെ നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ ആലോചിക്കും, അയ്യോ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന അത് തിന്നാൽ മതിയായിരുന്നല്ലോ, വേണ്ട പറഞ്ഞില്ലേ. എത്ര കുട്ടികളാണ് ഭക്ഷണം ഇല്ലാതെ ജീവിക്കുന്നുണ്ടാവുക, വിശന്ന് ജീവിക്കുന്ന എത്ര കുട്ടികളുണ്ടാവും ഈ നേരത്ത്. അപ്പം ഇന്നത് വേണ്ട ഇന്നത് വേണം എന്നൊന്നും പറയാൻ പാടില്ല. ഓക്കെ. ആ എല്ലാം കഴിക്കണം, ഉണ്ടാക്കുന്ന എല്ലാം കഴിക്കണം. ഇപ്പോൾ മനസ്സിലായി. മനസ്സിലാവേ ഉള്ളൂ, ചെയ്യൂല. അത് ഇന്നൂല അമ്മ തിന്നോളാം, ഓള് തിന്നില്ലെങ്കിൽ ഞാൻ തിന്നോളാം, വാങ്ങിച്ചു കൊടുത്തു. അമ്മ നിന്നേ ഉണ്ടാവുള്ളൂ. അമ്മ തിന്നൂലേ, കളയൊന്നുമില്ലല്ലോ. വീട്ടിൽ കൊണ്ടാണ് കുട്ടി പറയുന്നത്. അത് ഈ സീഡ്സ് ഒക്കെ ഇങ്ങനെ കളർ അതിൽ കണ്ടിട്ടാണ്. അത് ഏത് ഫ്ലേവറാ നോക്ക്. അത് മറ്റേ ലിച്ചിന്റെ. ആ എന്നാ വാ.